പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സ്രോതസ്സിൻ്റെ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ഡേവിഡ് വർഗീസ്, ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്യ ഗീവർഗീസ് മാർ പക്വമിയൂസ് തിരുമേനി, സ്രോതസ്സിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ മാത്യു, ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുന്ന വെരി റവറൻഡ് ഡി യുഹാനോൻ റംബാൻ കോർബിസ്കോപ്പ, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് മേലച്ചൻ, അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജുമൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ ജോൺ മത്തായി, ബഹുമാനപ്പെട്ട ഫിലിപ്പം ശാമുവേൽ കോർബിസ്കോപ്പ, ശ്രീ മനോജ് മാത്യു സ്രോതസ്സിൻ്റെ ട്രഷറർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വലിയ ഒരു നിയോഗമാണ് ഷാർജയിലുള്ള സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ച് കേന്ദ്രമായി മറ്റാളുകളെയും കൂടെ സഹകരിപ്പിച്ച് കേരളത്തിൽ സ്രോതസ്സ് എന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 24 വർഷമായി പ്രവർത്തിക്കുവാൻ ഇടയായിരിക്കുന്നു. അടുത്ത വർഷം സ്രോതസ്സിൻ്റെ രഥ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭമാണ്. ദൈവം നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാർഗം സേവനത്തിൻ്റേതാണ് എന്ന് നമുക്കറിയാം. സുവിശേഷം അറിയിച്ച് ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക, ദൈവരാജ്യം അവർക്ക് പ്രാപ്യമാക്കി കൊടുക്കുക എന്നുള്ളത് ത്രിയേക ദൈവത്തിൻ്റെ വലിയ ഒരു മിഷനാണ്. അതാണ് യേശുക്രിസ്തുവിൽ കൂടി നിർവഹിച്ചത്. അതിന് കേവലം വാക്കുകൾ മാത്രമല്ല, ശാരീരികവും മാനസികവുമായ രക്ഷ പ്രദാനം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ മാത്രമായിരിക്കുന്ന ഒരു വലിയ വീക്ഷണമാണ്. ദൈവത്തിന് ഒരു കാര്യം മാത്രമേ അറിയൂ. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ വായിക്കുകയുണ്ടായി, ദൈവവും സൂര്യനും ഒന്നുപോലെയാണ്. കൊണ്ടാണ് ദൈവത്തെ പ്രകാശമെന്ന് പറയുന്നത്. സൂര്യനെക്കുറിച്ച് പറയുന്നത് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ, ഒരിക്കലും പ്രതികരണങ്ങൾ കണക്കെടുക്കാതെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ സൂര്യനുള്ളൂ. സൂര്യൻ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഡിസ്ക്രിമിനേഷനും സൂര്യന് കാണിക്കുന്നില്ല. ആരെങ്കിലും സൂര്യനെ പ്രകീർത്തിക്കുമെന്ന് ആഗ്രഹിക്കുന്നില്ല, പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രശസ്തി ആഗ്രഹിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ, ഒരിക്കലും നിലയ്ക്കാതെ കൊടുക്കുന്ന സ്വഭാവമാണ് സൂര്യൻ്റേത്. അതുതന്നെയാണ് ദൈവത്തിൻ്റെയും.
ദൈവവും ആരിൽ നിന്നും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. ദൈവം എല്ലാവർക്കും സൗജന്യമായി വെളിച്ചവും വായുവും എല്ലാം നൽകുകയാണ്. ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകുകയാണ്. നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ദൈവം യാതൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 45-ൽ പറയുന്നത്. അവൻ ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നവനാണ്. ടു ഗീവ് ആൻഡ് ടു ഗീവ് ആൻഡ് ടു ഗീവ്. കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുക. ഇത് മാത്രമേ സൂര്യനുള്ളൂ. ദൈവത്തിനും സ്വഭാവമുള്ളൂ. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നിലും നിങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടികർമ്മത്തിൽ ദൈവം നൽകിയ ദൈവ സ്വരൂപമെന്ന് പറയുന്നു. ആ ദൈവസ്വരൂപത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരം എന്താണ് എന്നുള്ള യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു. തന്നെ അന്വേഷിച്ച് ചെന്നവരെ സൗഖ്യപ്പെടുത്തുക മാത്രമല്ല, തന്നെ അന്വേഷിച്ച് ചെല്ലാൻ കഴിവില്ലാതിരുന്നവരെ അടുത്ത് ചെന്ന് അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ആരിലും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നീ ഇതാരോടും പരസ്യമാക്കരുതെന്നേ പറയുന്നുള്ളൂ. കാരണം താൻ പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനും സൂര്യനും പ്രശസ്തി ആവശ്യമില്ല. അതുകൊണ്ട് ആർക്കും പ്രശസ്തിയും വേണ്ട, പ്രതിഫലവും വേണ്ട. എന്നാൽ ജാതിമത ഭേദമന്യേ തന്നെ അടുത്തവർക്ക് യഹൂദനാണെങ്കിൽ യഹൂദനല്ലാത്തവനാണെങ്കിലും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്തു. ചുങ്കക്കാരെ സ്നേഹിച്ചു, പാപികളെ സ്നേഹിച്ചു, പാവനിയുടെ കടങ്ങൾ മോചിച്ചു, ജ്ഞാനായക്കാരിയുടെ മകളെ സൗഖ്യമാക്കി, ശതാധിപൻ്റെ മകനെ സൗഖ്യമാക്കി. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ദൈവത്തിനറിയൂ, സൂര്യനെ പോലെ. ഇത് തന്നെയാണ് ആ ദൈവത്തിൻ്റെ സ്വരൂപം നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ ഒരു സംഘടന എന്നുള്ള രീതിയിൽ സ്രോതസ്സിനെ ഏറ്റവും ഹൃദയംഗമായി അനുമോദിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷങ്ങൾ അനേക നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവം നമ്മിൽ കൊടുത്തിരിക്കുന്നതായ കൊടുക്കുക 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 എന്നുള്ളതായ ആ ഒരു ആപ്തവാക്യം തങ്ങളുടെ സംഘടനയിൽ കൂടി സ്വാർത്ഥകമാക്കിയിരിക്കുന്ന ഒരു പറ്റം മനുഷ്യസ്നേഹികളാണ് ഈ സ്രോതസ്സിലുള്ളത് എന്നുള്ളത് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇതിൻ്റെ സംഘടനയിൽ ആളുകൾ വർദ്ധിക്കുകയും കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയും ഏത് മുക്കിലും മൂലയിലും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെ സഹായിക്കുകയും അവർക്ക് കൊടുക്കുക എന്നുള്ളതായ ചിന്തയോടുകൂടെ ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. മദർ തെരേസയുടെ വാക്കുകൾ നമുക്ക് പ്രസിദ്ധമായ അറിവുള്ളതാണ്. When I start living for others, I find the meaning of my life. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. അതാണ് കന്യാസ്ത്രീ മഠം വിട്ട് കൽക്കട്ടായ തെരുവീതികളിലുള്ളതായ കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അവരെ പരിചരിക്കുന്നതായ സമയത്ത് ക്രിസ്തുവിനെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതും
ക്രിസ്തുവിനാണ് എൻ്റെ സമയവും പണവും ആരോഗ്യവും നൽകുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് അവരത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല. സൂര്യൻ സൂര്യന് വേണ്ടി ജീവിക്കുന്നില്ല, ദൈവം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ സ്വരൂപം ഉൾക്കൊള്ളുന്ന എനിക്ക് വേണ്ടി ജീവിക്കാനല്ല എന്നെ സൃഷ്ടിച്ചത്. മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ സൂര്യനെ സൃഷ്ടിച്ചതുപോലെ മറ്റുള്ളവർക്ക് എനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം സൂര്യൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്നതോ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് യേശുക്രിസ്തുവിൽ കൂടി പ്രകടമായത് യാഥാർത്ഥ്യമാക്കുവാനൊരു സംഘടന ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് വളരെയധികം സന്തോഷം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അനേകം മേഖലകളിൽ സ്രോതസ് കൈവക്കാത്തതായ സഹായത്തിൻ്റെ മേഖല ഒന്നുമില്ലായെന്ന ഇത് ഒരു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ പ്രബല ആശുപത്രിയിൽ വരുന്നതായ പാവപ്പെട്ട രോഗികൾക്ക് സാമ്പത്തികമായ സഹായം നൽകുവാനുള്ള പദ്ധതികൾ ആശുപത്രിയിൽ തന്നെ ഇത് ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ദൈവം നമുക്ക് നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണെന്നുള്ളതായ ബോധ്യം ജീവിതത്തിൽ പകർത്തി എഴുതുന്നതായ ഒരു വലിയ സമൂഹമായിട്ടാണ് ഈ സ്രോതസ്സിനെ ഞാൻ കാണുന്നത്. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവിക വെളിച്ചമുണ്ട്. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുന്നു. അത് പകരുന്നതോടുകൂടെ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകും. ഇങ്ങനെ ഒരു സ്പന്ദനവും പ്രതിസ്പന്ദനവും അല്ലെങ്കിൽ പ്രകാശവും കൂടുതൽ പ്രകാശവും കൊടുക്കുന്ന ഒരു സംഘടനയായി എന്നത് എന്നും പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ഇന്ന് അട്ടപ്പാടി സ്കൂളിൽ പ്രത്യേകമായ ക്രമീകരണം കൊടുത്ത് ആ സ്കൂളിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കുവാൻ, എൻ്റെ വികസനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഈ സ്രോതസ് തയ്യാറായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനേക ഭവനങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പൗലോസുദിയൻ കമലിക്കാബാവയുടെ പേരിൽ അനേകം വീടുകൾ പലയിടങ്ങളിലായിട്ട് വെച്ചു കൊടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വായിക്കുകയുണ്ടായി. അതെല്ലാം സമൂഹത്തിന് എപ്പോഴും നാം ആരാണോ എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം കൊടുക്കുക 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 എന്നേ പറഞ്ഞുള്ളൂ, തിരിച്ചു വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല. അത് ജാതി മത ഭേദമന്യേ സർവപ്രകാരേണയും മനുഷ്യർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പ്രതിഫലിച്ചുകൂടാതെ കൊടുക്കുന്ന ഒരു സംഘടനയായി ഇത് വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ടും മലങ്കര സഭയ്ക്ക് അഭിമാനമാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും അനേകം ആളുകളിലേക്ക് ഇത് പകരുവാനും ഈ സന്ദേശം പകരുവാനും നിങ്ങൾക്കിടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ടും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.